ഹായ് എവരിവൺ. സെറ്റ് പരീക്ഷ ജൂലൈ ഓഗസ്റ്റിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജികളെ പറ്റി പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പലപ്പോഴും നെറ്റും സെറ്റും കേറ്ററ്റും സീറ്ററ്റും ഒക്കെ കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനം ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം, നേരിട്ട് കുട്ടികളുടെ അനുഭവത്തിൽ നിന്ന് പലപ്പോഴും സെറ്റ് പരീക്ഷയ്ക്ക് ഈ നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞ് പഠിച്ചു തുടങ്ങുന്നവരാ കൂടുതൽ. അതുകൊണ്ട് തന്നെയാണ് ആ പരീക്ഷയിലെ വിജയ ശതമാനവും പലപ്പോഴും പലർക്കും കുറയാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതെന്നും ഞാൻ പേഴ്സണലി കരുതുന്നു. കാര്യം 120 മാർക്ക് വീതം, 120 മാർക്ക് പേപ്പർ 1നും 120 മാർക്ക് പേപ്പർ 2നും ഉള്ള ഒരു പരീക്ഷ. ശരിക്കും ചോദിച്ചാൽ നെറ്റ് പരീക്ഷയെക്കാളും വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ 1 സിലബസ് സെറ്റിനുള്ള നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം. കറണ്ട് അഫയേഴ്സും BEdന് പഠിച്ച ഫിലോസഫിയും സൈക്കോളജിയും 10ാം ക്ലാസ് നിലവാരമുള്ള കണക്കും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കുറച്ച് അപ്ലിക്കേഷനും ലോജിക്കൽ റീസണിങ്ങും എന്നിങ്ങനെ വളരെ വൈഡായിട്ടുള്ള സിലബസ് വരുന്ന ഒരു പരീക്ഷയായിട്ട് പോലും വിദ്യാർത്ഥികൾ പലപ്പോഴും നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങാത്തത് കൊണ്ട് ഫെയിലായി പോകുന്ന ഒരു സിറ്റുവേഷൻ കാണാറുണ്ട്. നിങ്ങൾക്ക് ഇനിയും പരീക്ഷയിലേക്ക് ഒരു 4 മാസമാണുള്ളത്. മാക്സിമം ഒരു 4 months കൂടെ നിങ്ങൾക്ക് കിട്ടും എന്ന് കരുതാം. ഇങ്ങനെ ഈ 4 മാസം കിട്ടുമ്പോൾ 12 യൂണിറ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇതെങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം എന്നറിയേണ്ടതും ആ ഒരു പ്ലാൻ ഫോളോ ചെയ്യേണ്ടതും വളരെ റെലവെന്റ് ആണ്. നോട്ടിഫിക്കേഷൻ വരാനായിട്ട് കാത്തിരിക്കരുത്. I+ന്റെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ട് ട്രയൽ ക്ലാസ് കാണാം. കറണ്ട് അഫയേഴ്സ് ക്വിസ് ഒക്കെ ഡെയിലി 5 വീതം എല്ലാ കുട്ടികൾക്കും നമ്മുടെ ആപ്പ് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുകയും ഈ 12 യൂണിറ്റുകളിൽ നിങ്ങൾ ഫുൾ ലെങ്ത് ടെസ്റ്റ് എടുത്ത്, ഫുൾ ലെങ്ത് ടെസ്റ്റും I+ന്റെ ആപ്പിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഈ 12 യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ടുള്ളതിലെ വീക്കായിട്ടുള്ള ഒരു 6 യൂണിറ്റുകൾ ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള 6 യൂണിറ്റുകളും ഐഡന്റിഫൈ ചെയ്യുക. ഇനിയുള്ള ഈ 4 മാസത്തിലെ ടാസ്ക് എന്ന് പറയുന്നത്, ആദ്യത്തെ 2 months എന്ത് ചെയ്യണം? നിങ്ങളുടെ വീക്കായിട്ടുള്ള പേപ്പർ 1ലെ 3 യൂണിറ്റും പേപ്പർ 2ലെ 3 യൂണിറ്റും 6 യൂണിറ്റുകൾ പഠിക്കാനായിട്ടുള്ള സമയം നൽകുക. കാര്യം, ആദ്യം ഡിഫിക്കൽട്ട് യൂണിറ്റുകൾ പഠിച്ചു തീരുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് നിങ്ങൾക്കൊരു മനസമാധാനം ഉണ്ടാവുന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലത്തെ 2 മാസത്തിൽ 1 month ഫുള്ളായിട്ട് റിവിഷന് വേണ്ടി മാറ്റിവെക്കുക. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ എന്നിങ്ങനെ 4 മാസം നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ ജൂൺ മാസം റിവിഷൻ ആയിരിക്കണം. മാർച്ച്, ഏപ്രിൽ കൊണ്ട് വീക്ക് യൂണിറ്റുകൾ കവർ ചെയ്യണം. ഏപ്രിൽ കഴിഞ്ഞിട്ടുള്ള മെയ് മാസത്തിൽ നിങ്ങളുടെ ഈസി ആയിട്ടുള്ള യൂണിറ്റുകൾ പഠിക്കാനായിട്ടുള്ള സമയമായിട്ട് വെക്കുക. ഇതിലെ 6 യൂണിറ്റ് പഠിക്കാനായിട്ട് 1 മാസം എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റിന് 5 ദിവസമേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എല്ലാ റിസോഴ്സുകളും ഒറ്റ ഒരിടത്ത് കിട്ടുന്ന I+ന്റെ പോലെയുള്ള കോഴ്സുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. കഴിഞ്ഞ സൈക്കിളുകളിലായിട്ട് 2000-നൊക്കെ മുകളിൽ വിന്നേഴ്സ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഓരോ സൈക്കിളിലും 100 കണക്കിന് സെറ്റ് വിജയികളെ സൃഷ്ടിക്കാൻ I+ന്റെ ടീമിനാവുന്നുണ്ട്. അപ്പൊ ഈ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഓരോ മന്തിലും കവർ ചെയ്യേണ്ട ഈ പ്ലാൻ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പരമാവധി റിവിഷൻ, നിങ്ങളുടെ സെൽഫ് പ്രിപ്പറേഷൻ ആയാൽ പോലും പരമാവധി റിവിഷൻ ലാസ്റ്റ് മന്തിൽ നൽകാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കൊരു ജൂൺ മിഡിൽ തുടങ്ങിയാൽ പോലും ജൂലൈയിലാണ് പരീക്ഷയെങ്കിലും ഒരു 30 ദിവസം കിട്ടും. 10,000-ലധികം ചോദ്യങ്ങളാണ് I+ന്റെ പ്ലാറ്റ്ഫോമിലുള്ളത്. LBS 2016 സിലബസ് മാറ്റിക്കഴിഞ്ഞ് ഏകദേശം ഒരു 9-10 വർഷം ആവുന്നല്ലേ. 2025 ആവുമ്പോഴേക്ക് 2016 സിലബസ് മാറിയത് കൺസിഡർ ചെയ്താൽ 16 കൂടി കൗണ്ട് ചെയ്താൽ 10 വർഷം ആവും. ഈ 10 വർഷം കോവിഡ് കാലഘട്ടം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ 2 തവണ വീതം പരീക്ഷ നടക്കുന്നുണ്ട്. അങ്ങനെ 20 പരീക്ഷ, 120 ചോദ്യം വെച്ചിട്ട് 12,500 ചോദ്യം LBSന്റെ തന്നെ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് കിട്ടും. പേപ്പർ 2 കൂടി ആവുമ്പോഴേക്ക് അത് 5000-ലേക്ക് എത്തും. മോക്ക് ടെസ്റ്റുകളും ഒക്കെ കൂടി ആവുമ്പോഴേക്ക് 10,000-ഓളം ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പ്രാക്ടീസിന് ലഭിക്കുക. അപ്പൊ ഈ രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷനെ ഒരു 4 months കൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുകയും പിന്നീട് റിവിഷനിലേക്കും പോവുക. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ, ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് റിവിഷൻ നടത്തിയാൽ മാത്രമേ പരീക്ഷാ ഹാളിൽ ഇത് അപ്ലൈ ചെയ്യാനും ഓർത്തിരിക്കാനും ഒക്കെ സാധിക്കൂ എന്നുള്ള കാര്യവും ഓർക്കുക. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.